السلام عليكم. بسم الله والصلاة والسلام على أشرف رسول الله وآل كل وصحبه أجمعين. أما بعد. ഇന്നത്തെ പാഠം ഫസ്ലുൻ ഫിൽ നക്കിറത്തി വൽ മഅരിഫയാണ്. അപ്പോ നക്കിറയിലും മഅരിഫയിലും വ്യാഖ്യാനിച്ച് പറയുന്ന ഫസ്ലാണ്. അപ്പോ നക്കീറ ഇന്ന് ഇവിടുത്തെ വിഷയം മഅരിഫയാണ്. അൽ മഅരിഫത്തു സിത്തത്തു അഖ്സാമി. മഅരിഫയാകുന്നത് 6 ജാതിയാണ്. ഒന്നാമത്തേത് ലമീറുൻ, ലമീറാണ്. വൽ അലമു, അലമും. വൽ ഇസ്മുൽ ഇശാറത്തി, ഇശാറത്തിന്റെ ഇസ്മുമാണ്. വൽ മൗസൂലു, മൗസൂലയുമാണ്. വൽ മഹല്ല ബിഅൽ, അൽ കൊണ്ട് ചമയിപ്പിക്കപ്പെട്ടതുമാണ്. വൽ മുളാഫു ഇലാ വാഹിദി മിൻഹാ, ഈ മേൽപ്പെട്ടതായ ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതുമാണ്. അപ്പോ മഅരിഫയുടെ ജാതിയിൽ നിന്ന് രണ്ടാമത്തെ ജാതി അലമിന്റെ വിഷയത്തിൽ നിന്ന്. അപ്പോ മഅരിഫയിൽ വെച്ച് രണ്ടാമത്തെ ജാതിയാകുന്നത് അലമുൻ, അലമാണ്. അപ്പൊ അലമ് ചെല്ലുന്നത് അലമാകുന്നത് വഹുവ മാ ദല്ല അലാ ശൈഇൻ മുഅയ്യനി ഗൈരി മുതനാവിൽ ലിമാ അഷ്ബഹു. അലമാകുന്നത് മാ ദല്ല അലാ ശൈഇൻ, ഒരു വസ്തുവിന്റെ മേൽ അരിയിക്കുന്നതാണ്. എങ്ങനെയുള്ള വസ്തുവാണ്? മുഅയ്യൻ, തൈനാകപ്പെട്ടതായ ഒരു വസ്തുവിന്റെ മേൽ അരിയിക്കുന്നതാണ്. അപ്പൊ മഅരിഫയിൽ ഒരു വസ്തു വീണു. അപ്പൊ അതിനെയാണ് ഞങ്ങൾ മഅരിഫ ചെല്ലുന്നത്. ഇല്ലാത്തതിനെ മഅരിഫ ചെല്ലണമെന്നില്ല. ഉള്ള വിഷയം. അപ്പൊ അത് അവിടെ ഒന്നുണ്ട്. കുർസു, അത് അവിടെ ഉണ്ട്. ഓക്കെ, മഅരിഫ. അങ്ങനെ ഒരു ഉള്ള തൈനാകപ്പെടണം. അവിടെ വസ്തു ഉണ്ട്, അതിലേക്ക് മഅരിഫ എന്ന് ചെല്ലുന്നത്. അപ്പോ ഗൈരി മുതനാവിൽ ലിമാ അഷ്ബഹ, അത് പെരുമാറപ്പെടാത്തതാണ്. ഇപ്പോ ഒരു മൻസൻ, ഒരു മഅരിഫ ചെല്ലുമ്പോ ഒരു മൻസനുള്ള പേര്, ഒരു മനുഷ്യൻ. അപ്പൊ ഇൻസ് ഉണ്ട്. ആ ഇൻസിന് ഒരേ വേറെ വേറെ പേരാണ്. അപ്പൊ ഒരേപോലത്തെ പേരിക്കല്ല. അതാണ് അലം. وهو باعتبار شخصه وعدمه قسمان. وهو ഈ അലമാകുന്നത് ബിഅതിബാരി ശഖ്സിഹി, ശഖ്സിനെ പരിഗണിക്കൽ കൊണ്ടാണ്, ഒരു ഇൻസിനെ പരിഗണിക്കൽ കൊണ്ടാണ്. വഅദമിഹി, അതല്ലാണ്ടതിന് പരിഗണിക്കൽ കൊണ്ടാണ്. ഖിസ്മാനി, ആ പരിഗണിക്കൽ കൊണ്ടാകുന്നത് ഖിസ്മാനി, 2 ജാതിയാണ്. അവിടെ വഹുവ മുബ്തദ ബിഇതിബാരി ജാർ മജ്റൂർ ഖബറല്ല, ജാർ മജ്റൂറാണ്. ഖബർ ഖിസ്മാനിയാണ്. ശഖ്സി മുളാഫിൻ ഇലൈഹി മുളാഫിൻ ഇലൈഹി വറഫഅതി ഫദമി മൗതു ശഖ്സി എന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ ലിയന്നോ നിശ്ചയമായിട്ടും ഈ അലമാകുന്നത് ഇമ്മ ഒന്നിരിക്കലോ ശഖ്സിയാണ്. അതേപോലെ സെയ്ദ് പോലെ, അംർ പോലെയാണ്. ശഖ്സി ഒരു ഇൻസിനിക്ക് വെച്ച പേര്. അത് സെയ്ദ്, ഇത് അംർ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ജിൻസിയും, ഒരു കൂട്ടത്തിനുള്ള പേര്. ഒരു കൂട്ടത്തിന് ഒരു അസാമത്തിന് ഒരു കൂട്ടം, ഒരു സിംഹത്തിന്റെ കൂട്ടത്തിനിക്ക് അസാമത്ത്. അത് അവിടെ അങ്ങനെ ഉണ്ട്. അവിടെ ഫഇന്നഹു അലമുൽ ജിൻസിൽ അസ്ദി, അത് അസദിന്റെ ജിൻസിനിക്ക് കൂട്ടത്തിനിക്കുള്ള ഒരു പേരാണ്. അപ്പോൾ ലിയന്ന നിശ്ചയമായിട്ടും തഖൂലു, നീ അവിടെ പറയും ലികുല്ലി അസദിൻ റഅയ്തഹു, ഞാൻ കണ്ടിരിക്കുന്നു സിംഹത്തിന്റെ ഒരു കൂട്ടത്തിനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ മുന്നോട്ട് ചെന്നത് അത് റിലേറ്റ് ചെയ്ത് അങ്ങ് മിസ്സായിട്ടിക്കൊന്ന് ചെന്ന് ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വേണു, ഏത് റിലേറ്റ് ആയിട്ട് വേണം അത് ഉസ്താദ് ಮುಂದೆ ಅನುಸರಿಸಿಟ್ಟಾണ് ಮಾರ್ಕ್ ಕೊಡ್ಕೊಡಿ ಏಕೈಟ್ ಮುದರಿಸೋ ಸೇಣ ಜೊತೆ ಆನೆ ಲೆಕ್ಕ ಮಾರ್ಕ್ ಬಂಡತ್ತಾರೆ.
ക്വസ്റ്റ്യൻ ക്ലാസ് മനസ്സിലായി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് മുത്താലിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നത്. മനസ്സിലായി ആയിട്ടില്ല എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ എത്ര വിഷയം ചൊല്ലി, ആ എടുത്ത വിഷയം മുത്താലിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഒരു ശക്ക് വന്നാൽ, സംശയം വന്നാൽ അതെന്താക്കണോ അപ്പോഴെ ആ ക്ലാസ്സിനോടനുബന്ധിച്ചിട്ട് മാത്രമാണ്. പിന്നെ അവിടെ ഉസ്താദ് മറുപടി പറഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെയും അതിൽ ആ മറുപടി എത്ര ശരിയായിട്ടില്ല എന്ന് കാണുമ്പോൾ പിന്നെയും ക്വസ്റ്റ്യൻ കേൾക്കണം. പിന്നെയും അത് കറക്റ്റായി നല്ല നിലക്ക് വിശദീകരണമായി ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. ആ നിലക്കുള്ള ക്വസ്റ്റ്യൻ ആവണം. ഉസ്താദുക്കും ശിഷ്യന്മാർക്കും മുത്താലിങ്ങൾക്കും എതിരുള്ള പ്രേക്ഷകർക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന ക്വസ്റ്റ്യനും ആൻസറുമാവണം ഇൻഷാ അല്ലാഹ്. ಎಲ್ಲ ಅರ್ಥ ಇರಂಟೆ ಮಾಷಾಅಲ್ಲಾ, നല്ല ക്ലാസ്. ಎಲ್ಲ ಅರ್ಥ ಆಯಂಗೂ ಕ್ವಶನ್ ಇಕ್ಕಿಲ್ಲ, ಎಂದೂ ಅರ್ಥ ಇಲ್ಲ ಕ್ವಶನ್ ಇಕ್ಕಿಲ್ಲ. അപ്പോൾ അത് എന്തിനായിട്ട് ഞങ്ങൾക്ക് ജഡ്ജിമാർ മാർക്ക് നോക്കി ഞങ്ങൾക്ക് കൊന്തോടും. മാഷാഅല്ലാ, നല്ല വിദ്യാർത്ഥി, നല്ല ഉസ്താദുമാർ. ബാ ബറകത്താക്കട്ടെ. ശിഷ്യന്മാർ റായ ഒന്നോട് ചൊല്ലണം. Next coordinator C D on the stage. Rules ഒരു നിമിഷം. ആ റൂൾസ് ചൊന്നതിരെ അനുസരിച്ച് മാർക്ക് എന്ത് കൊറಡಿ ಹಾಕೋಬೋಂಡ್ಲ ಉಸ್ತಾದ್, ಅದು നിങ്ങൾ ಬೆಟರ್ ಅಂಡರ್ಸ್ಟ್ಯಾಂಡಿಂಗ್ ಆಯ್ಟಿಗೆ ಚೊಂದ್ರೆ ರೂಲ್ಸ್ പിന്നെ ചൊന്നതായതുകൊണ്ടോ വസ്തുത കൊറಡಿ ಹಾಕೋಬೋಂಡ್ಲ. ഉസ്താദ് ചൊന്നದ್ರ ഉദ്ദേശ ഒരു ക്ലാസ് എടുക്കും എന്തിനുള്ള ಮ್ಯಾಟರ್ ಬಂತು അതിരെ ರಿಲೇಟ್ ಆയ ಕ್ವಶನ್ ಮಾತ್ರ ಕೇಳ್ಕೊಂಡು, ಆದರೆ ಆ ಬಾಬುಡೆ ರಿಲೇಟ್ ಆಯದಲ್ಲ. ಹಲೋ ಸಾ ಸರಿ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين بجنة الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فصل في نكرة والمعرفة. മഅരിഫയിലും നക്കിറയിലും വ്യാഖ്യാനിക്കുന്ന ഫസലാണ് ഇന്നത്തെ ഞങ്ങൾക്കുള്ള പാഠം. അപ്പോൾ നക്കിറ എന്ന് പറഞ്ഞാൽ എന്താണ്, മഅരിഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രണ്ട് വിഷയത്തിൽ മഅരിഫ പറഞ്ഞാൽ എന്താണ് എന്നുള്ള വിഷയമാണ്. അപ്പോ മഅരിഫ നക്കിറ എന്നുള്ളത് അത് അൽ ഇസ്മു വർബാനി, രണ്ട് ജാതിയാണ്. അത് ഇസ്മാണ്. നക്കിറ എന്നുള്ളതും മഅരിഫ എന്നുള്ളതും അത് രണ്ടും ഇസ്മാണ്. അപ്പോൾ മഅരിഫ വഅഖറഹ ലികൗനിഹ അൽ ഫർഖ് വഅഖറഹ, ആ നക്കിറ എന്നുള്ളതിൽ നിന്ന് മഅരിഫാനെ ഭിന്നിച്ചിരിക്കുന്നു മുസന്നിഫ് തങ്ങൾ. എന്തിനു വേണ്ടി? ലികൗനിഹ, ആ മഅരിഫയായതിന് വേണ്ടി, അൽ ഫർഖ് ഫർആയതിന് വേണ്ടി. നക്കിറയിൽ നിന്ന് ഫർആൻ, നക്കിറയിൽ നിന്ന് തിരിഞ്ഞുണ്ടായതാണ് മഅരിഫ. അപ്പോ വഹിയ, ആ മഅരിഫയാകുന്നത് സിത്തത്തുൻ, ആറെണ്ണമാണ്. സിത്തത്തു അഖ്സാമി, ആറ് അംശങ്ങളാണ്. അപ്പോ മഅരിഫ ആറ് അംശങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ-ളമീറു, ളമീറാകുന്നു. ളമീർ ഹുവഹുമാഹു, ഫസ്റ്റ് പഠിച്ചത് തന്നെ ഹുവഹുമാഹു ഇതാണ്. പിന്നൊന്ന് അലമാണ്, പേരാണ്. പിന്നൊന്ന് ഇസ്മുൽ ഇഷാറത്ത്, ഇഷാറത്ത് ഇസ്മാണ്, ഇഷാറത്താക്കുന്ന ഇസ്മാണ്. പിന്നെ വൽ മഅസൂലു, മഅസൂലുമാണ്, മഅസൂലയുമാണ്. പിന്നെ വൽ മഹല്ലു, വൽ മഹല്ല ബി അൽ, അല്ല് കൊണ്ട് ചമയിപ്പിക്കപ്പെട്ടതുമാണ്. അല്ല് കൊണ്ട് ഒരു ലഫ്ദിൽ അല്ല് വന്നാൽ ആ ലഫ്ദ് അത് മഅരിഫയാണെന്നുള്ളത് കൊണ്ട് ചമയിപ്പിക്കപ്പെട്ടതുമാണ്. വൽ മുളാഫു, പിന്നെ മുളാഫുമാണ്. ഏതിലേക്ക്? ഇലാ വാഹിദി മിൻഹ, ഈ മേൽ പറയപ്പെട്ടതായ മൗസൂലയും ഇഷാറത്ത് ഇസ്മും അങ്ങനെയുള്ള പറഞ്ഞ ആറ് അംശങ്ങളിൽ നിന്ന് ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുന്ന ഒന്നുമാണ്. ഇതാണ് മഅരിഫകളുള്ള
അംശങ്ങൾ. അപ്പോ അൽ ഖസ്മുൽ അവ്വലു ഒന്നാമത്തെ അംശമാകുന്നത് ലമീറാണ്. ഖദ്ദമഹു ആ ലമീറിനെ മുസന്നിഫ് തങ്ങൾ മുന്തിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അന്നഹു നിശ്ചയമായിട്ടും അത് അഅറഫു സിദ്ദി ഈ പറഞ്ഞ 6 കാര്യങ്ങളെക്കാൾ ഏറ്റവും അഅറഫായതാണ്, ഏറ്റവും അറിയപ്പെട്ടതാണ് ലമീർ എന്നുള്ളത്. വയലീഹി ആ ലമീറിലേക്ക് അടുക്കും അൽ അലമു അലം അടുക്കും. പിന്നെ ആ ലമീറിലേക്ക് അലമാണ് ഏറ്റവും അഅറഫായിട്ട് അടുക്കുന്നത്. സുമ്മ പിന്നെ അല്ലദി ഒന്നാണ് ബഅദഹു അതിന്റെ ശേഷമുള്ളതായ ഒന്ന് പറഞ്ഞതായ 6 കാര്യങ്ങളാണ്, 6 അംശങ്ങളാണ്. അതേതുപോലെ കമാ യുറഫു ദാലിക അതിനെ അറിയപ്പെട്ടതുപോലെ മിൻ അദ്ഫിഹി അതിന്റെ അദ്ഫിൽ നിന്ന് അറിയപ്പെട്ടതുപോലെ. എന്തുകൊണ്ടുള്ള അദ്ഫ്? സുമ്മ കൊണ്ടുള്ള അദ്ഫ് കൊണ്ട് അറിയപ്പെട്ടതുപോലെയാണ് ബഖിയത്തുൽ മആരിഫി ബാക്കിയുള്ള മഅരിഫുകൾ. അവിടുന്ന് ഫസ്റ്റ് പറയുമ്പോൾ അവിടുന്ന് ലമീർ പറഞ്ഞു, പിന്നെ അദ്ഫായിട്ട് അലം പറഞ്ഞു, പിന്നെ വസ്ഫുൽ ഇശാറത്തുൽ ഇസ്മു പറഞ്ഞു. ബാക്കിയുള്ള അത്ഫായിട്ട് പറഞ്ഞതായ ബാക്കിയുള്ളതുമാണ് മഅരിഫകളിൽ നിന്ന്. ആ ലമീറാകുന്നത് മാ ഒന്നാണ്. ദല്ല ആ ഒന്ന് അറിയിക്കും, വദഇൽ തന്നെ അത് അറിയിക്കും, വെക്കൽ തന്നെ അറിയിക്കും, അലൽ മുതകല്ലിമി സംസാരിക്കുന്നവന്റെ മേൽ അറിയിക്കും ലമീർ എന്നുള്ളത്. ആ ലമീറുകൾ ഏതുപോലെയാണ്? കഅന എന്ന് പറയും പോലെയാണ്, വനഹ്നു എന്ന് പറയും പോലെയുമാണ്, അല്ലെങ്കിൽ മുഖാതബുമാണ്. ഇശാറത്തുൽ ഇസ്മ അതേതല്ല. ഇശാറത്തുൽ ഇസ്മ എന്ന് പറഞ്ഞാൽ അല്ലദി ഒരു സൂചിപ്പിക്കുന്ന ലമീറാണ്, സൂചിപ്പിക്കുന്നതാണ് ഇശാറത്തുൽ ഇസ്മ. അല്ലദി ഹാദാ ഇതെല്ലാം ഒരു സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ലഫ്ളാണ്. അതുകൊണ്ട് അതിന്റെ പേരാണ് ഇശാറത്തുൽ ഇസ്മ എന്നുള്ളത്. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.